വേടൻ അനുഭവിക്കുന്നത്. വേടൻ്റെത് ഞാൻ ഇപ്പം 1-2 ദിവസമായിട്ട് ഞാൻ ആ വേടനെ സംബന്ധിച്ച് കേൾക്കുന്നുള്ളൂ. പക്ഷേ വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാം, അത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ബ്രാഹ്മണ പ്രത്യയശാസ്ത്രത്തിന് ആധിപത്യത്തിനെ ചോദ്യം ചെയ്ത ഒരു ചെറുപ്പക്കാരന് ബോധപൂർവം പ്ലാൻ ഇട്ടിട്ട് അവരെ ആക്രമിച്ചതാണ്. അതിന് യാതൊരു സംശയമില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് ഇപ്പം 2 ആളുകൾ ആ കേസിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ഒപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം, അതൊന്നെങ്കിൽ മൈനോറിറ്റി ആവട്ടെ ദലിത് ആയിക്കോട്ടെ, അവരെ മാത്രം ക്രൂശിക്കുന്ന ഒരു പ്രത്യേകതരം ഒരു നിയമം ഇപ്പോൾ ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ദലിതുകൾ അടിത്തട്ടിലുള്ള ജനത ഇപ്പോഴും അവരുടെ ഈ അവജ്ഞയും അടിമത്വം പിന്നെ അനുഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം, കാലികമായിട്ടുള്ള ഉദാഹരണമാണ് ഇപ്പോഴും വേടൻ അനുഭവിക്കുന്നത്. വേടൻ്റെത് ഞാൻ ഇപ്പം 1-2 ദിവസമായിട്ട് ഞാൻ ആ വേടനെ സംബന്ധിച്ച് കേൾക്കുന്നുള്ളൂ. പക്ഷേ വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാം, അത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ബ്രാഹ്മണ പ്രത്യയശാസ്ത്രത്തിന് ആധിപത്യത്തിനെ ചോദ്യം ചെയ്ത ഒരു ചെറുപ്പക്കാരന് ബോധപൂർവം പ്ലാൻ ഇട്ടിട്ട് അവരെ ആക്രമിച്ചതാണ്. അതിന് യാതൊരു സംശയമില്ല. എന്താണെന്ന് വെച്ചാൽ കേരള സർക്കാർ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കേണ്ടതാണ് ആ ചെറുപ്പക്കാർ. ആ സമയം നോക്കി തലേന്ന് പോയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പം ഇത്രയും പിന്നെ മോശത്തിൽ എന്ത് ഭീകര കുറ്റമാണ് അവിടെ. ഈ ആരാണിത് ചെയ്യുന്നത്? 6 ഗ്രാം കഞ്ചാവ് പിടിച്ചാണ് ആ ചെറുപ്പക്കാരനകത്താക്കിയിരിക്കുന്നത്. പിന്നെ ആ വിട്ടുപോകാതെ തുടർച്ചയായിട്ട് അവനെ തടഞ്ഞു വെക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ പുലിൻ്റെ നഖം ഉണ്ടെന്ന് പറഞ്ഞ പുലിൻ്റെ നഖം ഉണ്ടായിക്കോട്ടെ, പുലിൻ്റെ നഖവും അതുപോലുള്ള ആനക്കൊമ്പും ഒക്കെ എത്ര ആൾക്കാർ വെച്ചുകൊണ്ട് ഇരിക്കുന്നു. അവരെ അങ്ങനെ ഉണ്ട് എന്ന് മറ്റുള്ള രീതിയിൽ പറഞ്ഞിട്ട് കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കേസ് എടുത്തിട്ടുള്ള അവരെ ഒരു ദിവസം അത്ര ആൾക്കാർ ഇവർ തടവിൽ വെച്ചിട്ടുണ്ട്. ആ കുട്ടി ഈ തെറ്റായിട്ടുള്ള സവർണ പ്രത്യയശാസ്ത്രത്തിനെ സംബന്ധിച്ചും ബ്രാഹ്മണ ആധിപത്യത്തിനെ സംബന്ധിച്ചും ഈ ജാതി അടിസ്ഥാനത്തിലുള്ള അടിമത്വത്തിനെ സംബന്ധിച്ചുള്ള ഗാനങ്ങളാണ് പാടുന്നതെന്നാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ കേട്ടില്ല. എന്തായാലും അങ്ങനെയുള്ള 10,000-കണക്കിന് യുവാക്കളെ ആകർഷിച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ ഇത്രയും നിസ്സാരമായിട്ടുള്ള അത് കേസ് നടത്തട്ടെ.